സ്പോട്ട് ലൈവിൽ മറ്റൊരു വിഷയത്തിലേക്ക് പോകണം. കൊല്ലം പത്തനാപുരത്ത് KSEB ജീവനക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ പത്തനാപുരം വിളക്കുടി സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ രഘുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം അഞ്ചാലമൂട് സ്വദേശിയാണ് രഘു. നാളെ പെൻഷൻ ആകാനിരിക്കെയാണ് മരണം. സംഭവത്തിൽ കുന്നിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മനോജ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനോജ്, നാളെ റിട്ടയറിയായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എന്താണ് ഇതിൽ പോലീസിന്റെ പ്രാഥമിക നിഗമനം? രഞ്ജിത്ത്, കൂട്ടുകാരെ ഉൾപ്പെടെ സഹപ്രവർത്തകരെ ഉൾപ്പെടെ വളരെ വിഷമത്തിലാക്കിയ ഒരു സംഭവമാണ് ഇന്ന് KSEBയുടെ വിളക്കുടി സെക്ഷൻ ഓഫീസിലുണ്ടായത്. പുലർച്ചെ 5 മണിക്കാണ് രഘുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ സഹപ്രവർത്തകരോടൊപ്പം ജോലിയിലുണ്ടായിരുന്നു. 2 മണിക്കും ലൈനിലെ ഒരു അറ്റകുറ്റപ്പണി ശരിയാക്കിയതിനു ശേഷം ഇവർ ഓഫീസിലെത്തിയിരുന്നു. സഹപ്രവർത്തകര് ഉറങ്ങാൻ കിടന്ന സമയത്താകാം രഘു ഇത്തരത്തിൽ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. നാളെ സർവീസിൽ നിന്നും വിരമിക്കാൻ ഇരിക്കുകയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ആത്മഹത്യയെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും സഹപ്രവർത്തകരിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചത് അദ്ദേഹം കുടുംബവുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലം അഞ്ചാലുമൂട് സ്വദേശിയാണ് രഘു. 1 വർഷമാകുന്നു രഘു വിളക്കുടി ഓഫീസിൽ ജീവനക്കാരനായി എത്തിയിട്ട്. മുൻപ് 5 വർഷവും ഇതേ ഓഫീസിൽ ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും നല്ല ഒരു ജോലിക്കാരനായിരുന്നു എന്നാണ് പ്രദേശവാസികൾ എന്ന് പറയാൻ കഴിയും. ഏത് KSEB സംബന്ധമായിട്ടുള്ള ഏതൊരു കംപ്ലൈന്റ് എപ്പോൾ വിളിച്ചാലും രഘു ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ ആ സമയത്ത് അത് പരിഹരിച്ചു നൽകിയിരുന്നു. അത്ര ഉത്തരവാദിത്തമുള്ള ഒരു ജീവനക്കാരനായിരുന്നു എന്നാണ് സഹപ്രവർത്തകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ പെട്ടെന്നുണ്ടായ ഒരു ചിന്തയിൽ നിന്നാകാം ഒരു ആത്മഹത്യയിലേക്ക് പോയത് എന്നാണ് കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് നമുക്ക് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം കഴിഞ്ഞ ദിവസം രാത്രി പുലർച്ചെ 2 മണി വരെ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. 2 മണിക്കും ഒരു തകരാറ് പരിഹരിച്ചതിന് ശേഷമാണ് ഇവർ ഓഫീസിൽ എത്തിയത്. എന്തായാലും വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. കുന്നിക്കോട് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിച്ചു. പോലീസ് നൽകുന്ന പ്രാഥമിക നിഗമനമനുസരിച്ച് ആത്മഹത്യ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇടത് കൈയിലെ നരമ്പ് മുറിച്ചിട്ടുണ്ട്. രഘുവിനെ തൂങ്ങി നിന്ന കെട്ടിടത്തിന്റെ 2ാം നിലയിലേക്ക് കയറിപ്പോകുന്ന പടിയുടെ കമ്പിയിൽ കയറി കെട്ടി താഴേക്ക് ചാടിയ നിലയിലാണ് തൂങ്ങി നിന്നത്. ഇവിടേക്ക് എത്തുന്നതിനും ഒരു 50 മീറ്റർ മുമ്പ് പുറകുവശത്ത് വെച്ചിട്ട് കൈയുടെ നരമ്പ് മുറിച്ചിട്ടുണ്ട്. അവിടെ നിന്നും നടന്നു വരുന്ന വഴിക്ക് രക്തത്തുള്ളികൾ വീണ പാടുകൾ കാണാം. അതിനുശേഷം ഈ പടി വഴി മുകളിൽ കയറ് കിട്ടുകയാണ്. അവിടെ എല്ലാ രക്തത്തുള്ളികൾ കിടപ്പുണ്ട്. പ്രാഥമികമായ പോലീസിന്റെ ഒരു നിഗമനത്തിൽ ആത്മഹത്യ തന്നെ എന്നാണ് പറയുന്നത്. സംശയിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും രഘുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനാക്കി മാറ്റിയിട്ടുണ്ട്. ഈ രഘുവിന്റെ കുടുംബ പ്രശ്നങ്ങളാണ് ഈ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് ഇദ്ദേഹം നയിച്ചതെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഈ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ എന്താണ്? ഈ കുടുംബവുമായി പിണങ്ങിയായിരുന്നോ ജീവിച്ചിരുന്നത്? അതിൽ മാനസിക വിഷമമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നുണ്ടോ കാര്യങ്ങൾ? കുടുംബമായിട്ട് അകന്നു നിൽക്കുകയായിരുന്നു എന്നുള്ളൊരു. പക്ഷെ എന്നാലും കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നു. 2 മക്കൾ എന്നാണ് ജീവനക്കാരിൽ നിന്ന് മനസ്സിലായത്. 2 മക്കളുണ്ടെന്ന് അവർക്കുള്ള ചിലവും മറ്റു കാര്യങ്ങളും എല്ലാം ഇദ്ദേഹം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും കുടുംബവുമായി അകന്ന് ഒരു ബന്ധു വീട്ടിലായിരുന്നു താമസം എന്നാണ് എനിക്ക് ഈ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നാളെ റിട്ടയർഡ് ആവുകയാണെങ്കിൽ പിന്നെ താൻ എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ അലട്ടിയിരുന്നതായും സുഹൃത്തുക്കൾ പറയുന്നത്. സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചില്ലെങ്കിലും കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് വളരെ മൂടിയായ ഒരു അവസ്ഥയിലായിരുന്നു ഇദ്ദേഹത്തെ കണ്ടിരുന്നതെന്ന് പറയുന്നു. എന്നാലും വളരെ ആക്റ്റീവായിരുന്നു, ജോലിയിൽ വളരെ ആക്റ്റീവായിരുന്നു എന്നും സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം ഈ എന്തെങ്കിലും ഫോൺ കോളുകൾ വരികയോ ഏതെങ്കിലും സംസാരങ്ങൾ ഉണ്ടാവുകയോ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഇദ്ദേഹത്തെ ആ തരത്തിൽ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഈ ആത്മഹത്യക്ക് കാരണമായി അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ?
അല്ല, അത്തരം രാത്രി 2 മണി വരെ സുഹൃത്തുക്കളൊപ്പം ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു തകരാറ് പരിഹരിച്ചിട്ട് വരുന്നോടം വരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായി. അതിനുശേഷം മറ്റു എന്തെങ്കിലും വന്നിട്ടുണ്ടോ സുഹൃത്തുക്കൾ കൂടാണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഉറങ്ങുന്ന സമയത്താണ് ഈ കൃത്യം ഇദ്ദേഹം നടത്തിയത്. അപ്പം ഇദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോണും മറ്റു കാര്യങ്ങളും ഒക്കെ കുന്നിക്കോട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ള വിശദമായി പരിശോധിക്കുന്നു. എന്തായാലും ഇദ്ദേഹത്തിന്റെ മകൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മകനുമായി പോലീസുമായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോയത്. ദുരൂഹത എന്ന നിലയിലേക്ക് ഒരു ആരോപണം എത്തിയിട്ടില്ല. എന്നാലും പോലീസ് ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ശരി, മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.